സ്വന്തമായ സ്റ്റൈലിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് സന്തോഷ് പണ്ഡിറ്റ്. പ്രിയ താരത്തിന്റെ ജനോപകാര പ്രവർത്തനങ്ങൾ എപ്പോഴും ചർച്ചയാവാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് ചിലവഴിക്കുന്നത് പാവങ്ങളോടൊപ്പമാണ്. ആ പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല. അട്ടപ്പാടിയിലേക്ക് സാന്ത്വനവും വിഷുക്കൈനീട്ടവുമായാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തിയത്. പോഷകക്കുറവ് മൂലം ശിശുമരണമുണ്ടായത് മൂലം എല്ലാ വർഷവും സന്തോഷ് പണ്ഡിറ്റ് അട്ടപ്പാടിയിലെത്തുന്നുണ്ട്. തന്നാൽ കയ്യിലാകുന്ന സഹായവുമായാണ് ഊരുകളിൽ പോകുന്നത്. ഇത്തവണയും എത്തിയത് വിഷുക്കൈനീട്ടവുമായാണ്. കതിരമ്പതി, തൂവ, ഉറിയൻചാള, ചാവടിയൂർ എന്നീ ഊരുകളിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി. അഗളിയിലെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തകരും കൂടെയുണ്ടായിരുന്നു. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് സന്തോഷ് ഈ വിവരം പങ്കുവച്ചത്. പതിവ് പോലെ എന്റെ വിഷു ഈ വർഷവും അട്ടപ്പാടിയിലെ പാവങ്ങളോടൊപ്പമാണ്. ഇത്തവണ ശാരീരികമായി തീർത്തും അവശത അനുഭവിക്കുന്ന, തീർത്തും തളർന്നു കിടക്കുന്ന നിരവധി ആളുകളെ അവരുടെ കോളനികളിൽ പോയി സന്ദർശിച്ചു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉടനെ തന്നെ ചില അത്യാവശ്യങ്ങൾ ചെറുതായി ചെയ്തു കൊടുത്തു. അതോടൊപ്പം വിഷു ആഘോഷിക്കുവാനായി ചില കുഞ്ഞു സഹായങ്ങളും അവർ ആവശ്യപ്പെടാതെ ചെയ്തു കൊടുത്തു. ഇനിയും നിരവധി ആവശ്യങ്ങൾ പെൻഡിംഗ് ആണ്. അത് അടുത്ത തവണ ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് എന്ന സുവർണ നേട്ടം സ്വന്തമാക്കിയ ശ്രീധന്യ സുരേഷിനെ സന്തോഷ് പണ്ഡിറ്റ് അടുത്തിടെ സന്ദർശിച്ചിരുന്നു. ശ്രീധന്യയും കുടുംബവുമൊത്തുള്ള രസകരമായ വീഡിയോകളും സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും ചുരം കയറിയാണ് വയനാട്ടിൽ നിന്നുള്ള ഈ ആദിവാസി പെൺകുട്ടി അത്ഭുത നേട്ടം സ്വന്തമാക്കിയത്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യ 2ാം പരിശ്രമത്തിലാണ് വിജയം കരസ്ഥമാക്കിയത്. പൊഴുതന ഇടയംവയൽ അമ്പലക്കൊല്ലിയിലെ ദ്രവിച്ചു വീഴാറായ കൂരയിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിക്കാനുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. കൂലിപ്പണിക്കാരായ സുരേഷിന്റെയും കമലയുടെയും 3 മക്കളിൽ 2ാമത്തെ ആളാണ് ശ്രീധന്യ. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയതും സുമനസുകളിൽ നിന്ന് അറിഞ്ഞു നൽകിയതുമായ തുകകൾ കൂട്ടിവെച്ച 40,000 രൂപയുമായാണ് സിവിൽ സർവീസ് ഇന്റർവ്യൂവിനായി ശ്രീധന്യ ഡൽഹിയിലെത്തിയത്. ആ യാത്ര വെറുതെ ആയില്ല എന്നാണ് അന്ന് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.